ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് നോക്കുന്നത് 10th ലെവൽ മെയിൻ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2021 നടന്ന ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. കേസരി മറാത്ത, ബാലഗംഗാധര തിലക്, വന്ദേ മാതരം, ലാല ലജ്പത് റായ്. വെനസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചതാര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സൈമൺ ബോളിവർ. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. കേരളത്തിൽ നടന്ന മൂക്കൂത്തി സമരവും അച്ചിപ്പടോ സമരവും നയിച്ചതാര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. മാർച്ച് 21, സെപ്റ്റംബർ 23. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ചാലനം, സംവഹനം, അഭിവഹനം. നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. സർപ്പിളാകാരം. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ചിനുക്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. കേന്ദ്ര പൊതുമേഖല വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മേൽ പറഞ്ഞവയെല്ലാം. മഹാരത്ന, നവരത്ന, മിനിരത്ന. താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. 8ാം പഞ്ചവത്സര പദ്ധതി, മാനവശേഷി വികസനം. പ്രധാനമന്ത്രി ജൻധൻ യോജനയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇവിടെ കറക്റ്റ് ആയിട്ടൊരു ആൻസർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണേ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത്? റൈറ്റ് ആൻസർ വരേണ്ടത് എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് CSOയുടെ ഫുൾ ഫോം. എല്ലാവരും ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അതിന്റെ എംബ്ലത്തിൽ കൊടുത്തിട്ടുണ്ട്. CSO എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണേ. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ആദായ നികുതി.
കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 1967 സെപ്റ്റംബർ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2008 ആഗസ്റ്റ് 11. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിനു വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 24 മണിക്കൂറിൽ 6 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഗെയ്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി TT കൃഷ്ണമാചാരി. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അടക്കം എത്ര അംഗങ്ങളുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്, ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ഇല്ല. ഓക്കെ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ധനകാര്യ കമ്മീഷൻ. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി AB വാജ്പേയി. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അനുച്ഛേദം 20 ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്നേഹപൂർവം. പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രൊസീമിയൻസ് എന്നും ആന്ത്രോപോയിഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രൊസീമിയൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ലിമർ. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻ പേഷ്യൻസ് ശൈലജ എന്ന പേര് നൽകിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കാശിത്തുമ്പ. മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ട്രിപ്സിൻ. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം? വൈറസ് വഴി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം. താഴെ പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി
മരുന്ന് കൊടുത്തുള്ള ചികിത്സ, പ്രതിരോധ കുത്തിവയ്പ്, പാപ്പ് സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ LGSന്റെ എക്സാം കഴിഞ്ഞതിൽ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, അർബുദം. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോട്ട്പ. ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2 മെഗാജൂൾ ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം എത്രയായിരിക്കും? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, -2 മെഗാജൂൾ. ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്ര? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 54.2 ഡിഗ്രി. വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്ട്രീം ലൈനിങ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ അധിഷ്ഠിത മൊബിലിറ്റി പ്രോജക്റ്റ് സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, ലഡാക്ക് എന്ന് പറയുന്നത് സംസ്ഥാനമാണോ? അല്ല. അപ്പോൾ ലഡാക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സംസ്ഥാനം അല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ക്യാൻസൽ ആണ്. സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെക്കുറിച്ചും മറ്റ് സൗര പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ആദിത്യ L1. ഇപ്പോഴത്തെ പരീക്ഷയ്ക്കൊക്കെ ആദിത്യ L1നെ കുറിച്ച് പഠിക്കണം. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരേ സമയം വൈദ്യുതചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജാൻ ടെല്ലർ മെറ്റൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ടെക്നീഷ്യം. നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 126.4 കെൽവിൻ. അംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അലൂമിനിയം ഓക്സൈഡ്. കോവിഡുമായി ബന്ധപ്പെട്ട് സ്വാപ്സാക് എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കൃഷ്ണപുരം കൊട്ടാരം. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആര്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, PC കുട്ടിക്കൃഷ്ണൻ. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫസ്റ്റ് ബെൽ. കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, നിരണം കവികൾ. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഉദയ സ്റ്റുഡിയോ. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അവനി ലഖര. ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയി ഉപയോഗിക്കാത്തത്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. എന്താന്ന് വെച്ചാല് ഈ 4 എണ്ണവും ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്.
കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡിഫ്രാഗ്മെന്റർ. സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ, ഇന്റർനെറ്റ് സമയമോഷണം, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റങ്ങൾ, സൈബർ ഭീകരത, സർക്കാരിനെതിരെ സൈബർ കുറ്റകൃത്യങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് വേഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ലിബ്രെ ഓഫീസ് റൈറ്റർ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ടോപ്പോളജി. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. താഴെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാരപരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമമനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായത് തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മേൽ പറഞ്ഞവയെല്ലാം ഉൾപ്പെടും. ഏതൊക്കെയാണ്? ശാരീരികമായ പീഡനം, ലൈംഗികമായ പീഡനം, വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. സംരക്ഷണ ചെലവിലേക്കായി പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. 2 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. പ്രസ്താവനകൾ രണ്ടും എന്താണ്? ശരിയാണ്. ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. You have got to arrive before 10. Right answer is option C. Haven't you? Let them build a hospital here. Change to passive voice. Right answer is option C. Let a hospital be built here by them. Which is the correct sentence?
Right answer is option A. The children had better wear their coats. You dash wash those glasses. They are clean. Right answer is option D. Needn't. Which part of the sentence has an error? Right answer is option B. Has took. One word for the state of being unmarried. The right answer is option B. Celibacy. A dash of journalists. റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്കൂപ്പ് ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കുക. എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു വാക്കിന്റെ തെറ്റ് കാരണമാവാം. ഇതൊക്കെ എന്താണ്? കളക്റ്റീവ് നൗൺ ആണ് കൊടുത്തിട്ടുള്ളത്. ദ ഇഡിയം ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ടു മേക്ക് സംതിങ് പബ്ലിക്. ദ സിനോണിം ഓഫ് ദ വേർഡ് ബെയ്റ്റ്. Right answer is option A. Allure. An example of compound word. Right answer is option B. Railroad. തെക്കൻ കാറ്റ് വീശുന്നു. ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? Right answer is option A. തദ്ധിതം. തെറ്റായ വാക്യഭാഗം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. 1000 തേങ്ങകൾ. ഒറ്റപ്പദം എഴുതുക. പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. പിപടിഷു. ആളി എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. വണ്ട്. അളിയല്ലേ വണ്ട്? ഇത് ആളി എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം. മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നിലാവ്. ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നിമീലനം. ശരിയായ രൂപം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ധാർഷ്ട്യക്കാരൻ. ഇവിടം പിരിച്ചെഴുതുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇ പ്ലസ് ഇടം. ഉത്സവം തുടങ്ങി. ഇനി ബഹളത്തിന്റെ പൊടിപൂരമായിരിക്കും. ഇത് ഏത് വാക്യവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. മഹാവാക്യം. Wisdom and beauty are rarely united in the same person. ഇതിന് തുല്യമായ പ്രയോഗം ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അഴകുള്ള ചക്കയിൽ ചുളയില്ല. നമ്മൾ 90 ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.